Assalamualaikum warahmatullahi taala wabarakatuh. Bismillah wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. ഞാൻ അബ്ദുൽ ബാസിത്ത് അരിപ്ര. ഞാൻ വടക്കാങ്ങര അൻവർ ഹുദ കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയർ ആയി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നാമേവർക്കും അറിയുന്ന പോലെ സംസ്ഥകളുടെ ജമിയത്തുൽ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം തീർത്ത സംസ്ഥയുടെ 100ാം വാർഷികം അഥവാ സെന്റിനറി ആണല്ലോ വരും വർഷത്തിൽ. അതിനാൽ ഒരു സംസ്ഥക്കാരൻ സംസ്ഥയുടെ സെന്റീസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് സംസ്ഥയുടെ ആവശ്യകത എന്തായിരുന്നുവെന്ന് നിങ്ങളോട് പറയലിൻ്റെ മേൽ അനിവാര്യമാണ്. വിദഗ്ധ പോലെ പഠന വേളയിൽ അതിനെ കെടുത്തിക്കളഞ്ഞ പവിത്രമായ ജലമാണ് സംസ്ഥകളുടെ ജമിയത്തുൽ. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ അചഞ്ചലമായ ചുവടുവയ്പിലൂടെ എന്നീ കാണുന്ന എന്നെ പോലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന SNDC അഥവാ സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ദേശീയ പദ്ധതി വരെ എത്തി നിൽക്കുകയാണ്. 1926 ജൂണിൽ സ്ഥാപിതമായ ഈ മഹത്തായ സംഘടന ഇൻഷാ അല്ലാഹ് വരും വർഷമായ 2026 ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കുകയാണ്. ഈ ഒരു വേളയിൽ സംസ്ഥാന നടത്തിയ മുന്നേറ്റത്തെ എടുത്തു പറയൽ വളരെ അനിവാര്യമാണ്. 1920കളിൽ ഉടലെടുത്ത ഈ ആശയങ്ങളെ തിരുത്തുവാൻ വേണ്ടിയിട്ട് 1926 ജൂൺ 26 സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റത്തെ എടുത്തു പറയൽ വളരെ അനിവാര്യമാണ്. 1920കളിൽ ഉടലെടുത്ത ഈ ആശയങ്ങളെ തിരുത്തുവാനായി 1926 ജൂൺ 26 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും പിന്നീട് തുടക്കഘട്ടത്തിലെ പ്രഥമ ലക്ഷ്യങ്ങളിലൊന്നായ വിദ്യാഭ്യാസം എന്നതിനെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സംസ്ഥ കേരള വിദ്യാഭ്യാസ ബോർഡ് നിർമ്മിക്കുകയും അതിന് കീഴിലുള്ള ദീനി ദഅ്വാ മേഖലകളെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് SKSSF, SMF, SYS, സുന്നി മാലിക് ഫെഡറേഷൻ എന്നീ ഒട്ടനവധി ഘടകങ്ങളെ നിർമ്മിക്കുകയും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയുമാണ്. സംസ്ഥയുടെ വളർച്ച ദേശീയ തലത്ത് അഥവാ SNDC സംസ്ഥാന നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വരെ എത്തി നിൽക്കുകയാണ്. വിവിധ മേഖലകളിൽ ചരിത്രം തീർത്ത് മുന്നേറുന്ന നൂറിൻ്റെ നിറവിൽ മുന്നേറുന്ന സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയോടൊപ്പം നമുക്ക് മണിച്ചേരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.